മകൾക്കും പേരക്കുട്ടിക്കുമൊപ്പം അബുദാബിയിലേക്ക് യാത്ര ചെയ്യാനെത്തിയ വയോധികയെ യാത്രാ വിലക്കുണ്ടെന്നാരോപിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ എയർപോർട്ടിൽ നിന്ന് തിരിച്ചയച്ചതായി പരാതി. തിരുവനന്തപുരം സ്വദേശി ആബിദ ബീവിക്കാണ് ദുരനുഭവം. എന്നാൽ മറ്റൊരു വിമാനത്തിൽ ആബിദ ബീവി ഇന്നലെ യുഎഇയിലെത്തി. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി തിരുവനന്തപുരത്ത് നിന്ന് അബുദാബിയിലേക്ക് പുറപ്പെടുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ യാത്ര ചെയ്യാനാണ് ആബിദ ബീവി മക്കൾക്കും പേരക്കുട്ടിക്കുമൊപ്പം എത്തിയത്. ഇമിഗ്രേഷൻ നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കി വിമാനത്തിൽ കയറാൻ 10 മിനിറ്റ് ബാക്കി നിൽക്കെയാണ് യാത്രാ വിലക്കുണ്ടെന്നാരോപിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ ആബിദ ബീവിയുടെ ബോർഡിംഗ് പാസ് തിരിച്ചു വാങ്ങിയത്. ലാസ്റ്റ് മൊമെന്റിൽ ചെന്ന് പറയുന്ന ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് കേട്ടപ്പോഴത്തേക്ക് ഒത്തിരി അവർ ഷൗട്ട് ചെയ്തു. മോളിങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ചോദിച്ചിട്ട് കാര്യമില്ല, റീസൺ ഞങ്ങൾക്കറിയില്ല. അവിടെ നിന്ന് ഇങ്ങനെ മാത്രമേ എന്തായാലും അബുദാബി പോയ അവിടുത്തെ ഇമിഗ്രേഷൻ എനിക്ക് ക്ലിയറൻസ് അല്ല, അതുകൊണ്ട് ചിലപ്പോൾ അവർ അപ്പോഴത്തെ തന്നെ കയറ്റി വിടുന്നു എന്തൊക്കെ അവർ പറഞ്ഞു. പക്ഷേ നമുക്ക് ഒന്നും മനസ്സിലായില്ല. അവർ എന്തോ അതിൻ്റെ ഒരു സ്റ്റാഫിൻ്റെ സംസാരം ഞങ്ങൾക്ക് എനിക്കും ഒക്കെ കേട്ടുകൊണ്ടിരുന്ന ആൾക്ക് പന്തിയായില്ല. പക്ഷേ എല്ലാവരുടെയും യാത്ര മുടങ്ങുന്നത് ഒഴിവാക്കാൻ ഉമ്മയെയും പേരക്കുട്ടിയെയും വീട്ടിലേക്ക് തിരിച്ചയച്ച മകൾ ജാസിൻ അബുദാബിയിലെത്തി യാത്രാ വിലക്കുണ്ടോ എന്ന് അന്വേഷിച്ചു. അബുദാബിയിൽ വന്നിട്ട് ഞാൻ ഇമിഗ്രേഷനിൽ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, ആളിന്റെ വിസ സ്റ്റിൽ അലൈവ് ആണ്, പിന്നെ എങ്ങനെയാണ് പ്രശ്നം വരുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. ഞാൻ എന്നിട്ട് അവിടെ വേറൊരു സ്റ്റാഫിനോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ മാമിന്റെ അവിടെ നിന്ന് ഗേറ്റിലേക്ക് ബോർഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്, അല്ലാണ്ട് ഇവിടെ നിങ്ങൾക്ക് എൻട്രി ചെയ്യുന്നതിന് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ നൽകിയ വിവരം അടിസ്ഥാനമില്ലാത്തതാണെന്ന് വ്യക്തമായതോടെ ആബിദ ബീവി പേരമകനൊപ്പം ഇൻഡിഗോ വിമാനത്തിൽ യുഎഇയിൽ ഇറങ്ങി. ഒരു തടസ്സവുമില്ലാതെ. തിരുവനന്തപുരത്തെ എമിഗ്രേഷൻ അധികൃതർ പോലും കണ്ടെത്താത്ത യാത്രാവിലക്ക് എങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തിയതെന്ന് അന്വേഷിച്ച് മകൾ എയർ ഇന്ത്യ എക്സ്പ്രസിന് അയച്ച ഇമെയിലിനും കോൾ സെന്ററിലേക്കുള്ള വിളികൾക്കും കൃത്യമായ മറുപടി ഇനിയും ലഭിച്ചിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇപ്പം എയർ ഇന്ത്യ എക്സ്പ്രസിനെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അവർ എനിക്കൊരു പ്രോപ്പർ ആയിട്ടൊരു ഡോക്യുമെന്റേഷൻ തരാം, ഇതാണ് റീസൺ, അതുകൊണ്ട് അവർക്കൊന്ന് ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കൊരു ഡോക്യുമെന്റേഷൻ തരാൻ പറ്റാൻ ഇറ്റ്സ് ഓക്കെ, അവർക്ക് ഇവിടെ നിന്ന് കിട്ടിയത് ഇതുണ്ടായിരുന്നു അതുകൊണ്ടാണ്, എന്നാൽ നമുക്ക് പറയാം അവരുടെ പ്രശ്നമാണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അന്ന് തന്നെ ഞാൻ വരുമ്പോൾ ഇമിഗ്രേഷൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞു, അതും എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ഇതിൽ ഇമിഗ്രേഷൻ ആണോ പ്രോബ്ലം, എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആണോ പ്രോബ്ലം, എനിക്ക് അറിയാൻ പറ്റുന്നില്ല എന്താണെന്ന്. എനിക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിന് ഒരു പ്രോപ്പർ റിപ്ലൈ കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവരുടെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോളോ അപ്പ് തന്നെ ചെയ്യും. തങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടിനും മാനസിക വിഷമങ്ങൾക്കും പരിഹാരം കാണുന്നതുവരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് ഈ കുടുംബത്തിന്റെ തീരുമാനം. മീഡിയ 1 ദുബായ്.